ഹായ്. പി എസ് സിയിലെ ഓരോ ടോപ്പിക്കിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 100 ചോദ്യങ്ങൾ വെച്ച് ഡിസ്കസ് ചെയ്തു പോകുന്ന ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ആ സീരീസിലെ അടുത്ത വീഡിയോയിലേക്ക് കിടക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫിസിക്സ് അഥവാ ഭൗതിക ശാസ്ത്രം എന്ന ഭാഗത്ത് നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്ത 100 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോസ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക. അതിന്റെ പ്ലേലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ശാസ്ത്രം അഥവാ സയൻസ് എന്ന പദത്തിന്റെ ഉത്ഭവത്തിന് കാരണമായ ലാറ്റിൻ പദം. ശാസ്ത്രം അഥവാ സയൻസ് എന്ന പദത്തിന്റെ ഉത്ഭവത്തിന് കാരണമായ ലാറ്റിൻ പദം ഏതാണ്? സൈന്റിയ. ഏതാണ്? സൈന്റിയ. എന്താ അതിന്റെ അർത്ഥം? അറിയുക. ശാസ്ത്രം അഥവാ സയൻസ് എന്ന പദത്തിന്റെ ഉത്ഭവത്തിന് കാരണമായ ലാറ്റിൻ പദമാണ് സൈന്റിയ. അറിയുക എന്ന അർത്ഥം വരുന്ന ലാറ്റിൻ പദമാണ് സൈന്റിയ. അടുത്ത ചോദ്യം, പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ. പ്ലാസ്മയാണ് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ. സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും തിളക്കത്തിന് കാരണം എന്താണ്? സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും തിളക്കത്തിന് കാരണം എന്താണ്? പ്ലാസ്മയാണ്. സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും തിളക്കത്തിന് കാരണം പ്ലാസ്മയാണ്. അടുത്ത ചോദ്യം, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് എന്താണ്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് പിണ്ഡം അഥവാ മാസ് ആണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം അഥവാ മാസ്. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഏതാണ്? ഫിഗ്സ് ബോസോൺ. ഫിഗ്സ് ബോസോൺ ആണ് ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം. ഫിഗ്സ് ബോസോൺ. ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണം. ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം. ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം. അടുത്ത ചോദ്യം, ആറ്റം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആറ്റം കണ്ടുപിടിച്ചത്? ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ജോൺ ഡാൾട്ടൺ. ആറ്റം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ രാസഭൗതിക ഗുണങ്ങളും കാണിക്കുന്ന അതിന്റെ അടിസ്ഥാന കണം. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ രാസഭൗതിക ഗുണങ്ങളും കാണിക്കുന്ന അതിന്റെ അടിസ്ഥാന കണമാണ് തന്മാത്ര. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ രാസഭൗതിക ഗുണങ്ങളും കാണിക്കുന്ന അതിന്റെ അടിസ്ഥാന കണമാണ് തന്മാത്ര. ഒരു പദാർത്ഥത്തിന്റെ അളവ് പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏതാണ്? മോൾ ആണ്. ഒരു പദാർത്ഥത്തിന്റെ അളവ് പ്രസ്താവിക്കുന്ന യൂണിറ്റ് ആണ് മോൾ. അവഗാഡ്രോ നമ്പർ എന്നറിയപ്പെടുന്നത് എത്രയാണ്? അവഗാഡ്രോ നമ്പർ 6.022 into 10⁻23. 6.022 into 10⁻23 ആണ് അവഗാഡ്രോ നമ്പർ. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതിസൂക്ഷ്മ കണികകൾ കൊണ്ടാണ് എന്ന് സമർത്ഥിച്ച ഭാരതീയൻ ആരാണ്? കണാദൻ. കണാദനാണ് പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതിസൂക്ഷ്മ കണികകൾ കൊണ്ടാണ് എന്ന് സമർത്ഥിച്ച ഭാരതീയൻ ആരാണ്? കണാദനാണ്. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ജോൺ ഡാൾട്ടൺ. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആര്? ആരാണ് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത്? ജെ തോംസൺ ആണ്. ജെ തോംസൺ. അടുത്ത ചോദ്യം, ആറ്റത്തിന്റെ സൗരയുധ മാതൃക അവതരിപ്പിച്ചത് ആര്? ആരാണ് ആറ്റത്തിന്റെ സൗരയുധ മാതൃക അവതരിപ്പിച്ചത്? റൂദർഫോർഡ് ആണ്. ആരാണ്? റൂദർഫോർഡ് ആണ് ആറ്റത്തിന്റെ സൗരയുധ മാതൃക അവതരിപ്പിച്ചത്. ബോർ ആറ്റം മാതൃക അവതരിപ്പിച്ചത് ആര്? ആരാണ് ബോർ ആറ്റം മാതൃക അവതരിപ്പിച്ചത്? അത് തന്നെയല്ലേ പേര്? ബോർ. നീൽസ് ബോർ. ബോർഡ് അല്ല, നീൽസ് ബോർ ആണ് ബോർ ആറ്റം മാതൃക അവതരിപ്പിച്ചത്. ഇലക്ട്രോണുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ജെ തോംസൺ ആണ്. ഇലക്ട്രോണുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജെ തോംസൺ. അടുത്ത ചോദ്യം, ഇലക്ട്രോണിന്റെ ചാർജ് നിശ്ചയിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഇലക്ട്രോണിന്റെ ചാർജ് നിശ്ചയിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞൻ റോബർട്ട് ആൻഡ്രൂസ് മില്ലിക്കൺ ആണ്. റോബർട്ട് ആൻഡ്രൂസ് മില്ലിക്കൺ ആണ് ഇലക്ട്രോണിന്റെ ചാർജ് നിശ്ചയിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞൻ. പ്രോട്ടോൺ കണ്ടെത്തിയത് ആര്? പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാ? ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാന്ന് നമ്മൾ പഠിച്ചു. ആരാണ്? ജെ തോംസൺ ആണ്. പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്
പ്രോട്ടോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ആറ്റത്തിൽ പ്രോട്ടോൺ കാണപ്പെടുന്നത് എവിടെയാണ് പ്രോട്ടോൺ കാണപ്പെടുന്നത്? ന്യൂക്ലിയസിലാണ് പ്രോട്ടോൺ കാണപ്പെടുന്നത്. എവിടെയാണ്? ന്യൂക്ലിയസിൽ. ഒരു ആറ്റത്തിന്റെ ചാർജ് നിശ്ചയിക്കുന്ന കണം ഏതാണ്? ഒരു ആറ്റത്തിന്റെ ചാർജ് നിശ്ചയിക്കുന്ന കണമാണ് പ്രോട്ടോൺ. ഒരു ആറ്റത്തിന്റെ ചാർജ് നിശ്ചയിക്കുന്ന കണമാണ് പ്രോട്ടോൺ. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണങ്ങളായ ന്യൂട്രോണുകൾ കണ്ടെത്തിയത് ആര്? ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണങ്ങളായ ന്യൂട്രോണുകൾ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ് ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണങ്ങളായ ന്യൂട്രോണുകൾ കണ്ടെത്തിയത്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോണിന് എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ. ഇലക്ട്രോണിന് എന്ത് ചാർജാണ് നമ്മൾ പഠിച്ചു? നെഗറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ന്യൂട്രോണിന് ചാർജ് ഇല്ല. ചാർജ് ഇല്ലാത്ത കണം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ന്യൂട്രോൺ ആണ്. ആരാണ് കണ്ടെത്തിയത്? ജെയിംസ് ചാഡ്വിക്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണുന്ന മൗലിക കണങ്ങളെ ന്യൂക്ലിയോണുകൾ എന്ന് വിളിക്കുന്നു. ഏതെല്ലാമാണ് ന്യൂക്ലിയോണുകൾ? പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമാണ് ന്യൂക്ലിയോണുകൾ എന്നറിയപ്പെടുന്നത്. ന്യൂക്ലിയോണുകൾ ഏതൊക്കെയാണ്? പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമാണ് ന്യൂക്ലിയോണുകൾ എന്നറിയപ്പെടുന്നത്. ന്യൂട്രോൺ ഇല്ലാത്ത ഏക മൂലകമാണ് ഹൈഡ്രജൻ ആണ് ന്യൂട്രോൺ ഇല്ലാത്ത ഏക മൂലകം. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ആണ് ഡ്യൂട്ടീരിയം. ഏതാണ്? ഡ്യൂട്ടീരിയം ആണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ്. അടുത്ത ചോദ്യം, ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിച്ചു വരുന്ന ഐസോട്ടോപ്പ് ഏത്? ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിച്ചു വരുന്ന ഐസോട്ടോപ്പാണ് കാർബൺ 14. അർബുദ ചികിത്സക്ക് ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പാണ് ഏതാണ്? കോബാൾട്ട് 60 ആണ് അർബുദ ചികിത്സക്ക് ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പ്. ഏതാണ്? കോബാൾട്ട് 60. അടുത്ത ചോദ്യം, ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പാണ് ഏതാണ്? യുറേനിയം 235. യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പാണ് യുറേനിയം 235. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറും ഉള്ള ആറ്റങ്ങൾ. ആറ്റങ്ങളാണ് ഐസോബാൾസ്. ഏതാണ്? ഐസോബാൾസ്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറും ഉള്ള ആറ്റങ്ങളാണ് ഐസോബാൾസ്. ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളാണ് ഐസോട്ടോൺസ്. ഏതാണ്? ഐസോട്ടോൺസ്. ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളാണ് ഐസോട്ടോൺസ്. ഒരേ തന്മാത്രവാക്യവും എന്നാൽ ഘടനാപരമായി വ്യത്യസ്തവുമായ തന്മാത്രകളാണ് ഐസോമേഴ്സ്. ഏതാണ്? ഐസോമേഴ്സ്. ഒരേ തന്മാത്രവാക്യവും എന്നാൽ ഘടനാപരമായി വ്യത്യസ്തവുമായ തന്മാത്രകളാണ് ഐസോമേഴ്സ്. സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണത്തിന് ഏറ്റവും ഫലപ്രദമായ മാർഗം ഏതാണ്? പ്ലവന പ്രക്രിയ. ഏതാണ്? പ്ലവന പ്രക്രിയ. സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണത്തിന് ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് പ്ലവന പ്രക്രിയ. അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർത്ത് അതിനെ ലയിപ്പിക്കുകയും ലയിക്കാത്ത അപദ്രവ്യങ്ങളെ അരിച്ചുമാറ്റുകയും ചെയ്യുന്ന സാന്ദ്ര രീതിയാണ് ലീച്ചിങ്. എന്താണ്? ലീച്ചിങ്. അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർത്ത് അതിനെ ലയിപ്പിക്കുകയും ലയിക്കാത്ത അപദ്രവ്യങ്ങളെ അരിച്ചുമാറ്റുകയും ചെയ്യുന്ന സാന്ദ്ര രീതിയാണ് ലീച്ചിങ്. വായുവിന്റെ അസാന്നിധ്യത്തിൽ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ ഊഷ്മാവിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. ഏതാണ്? കാൽസിനേഷൻ. വായുവിന്റെ അസാന്നിധ്യത്തിൽ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ ഊഷ്മാവിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. വായുവിന്റെ സാന്നിധ്യത്തിൽ അതിന്റെ ദ്രവണാങ്കത്തേക്കാൾ താഴ്ന്ന ഊഷ്മാവിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്. താഴ്ന്ന ഊഷ്മാവിൽ ചൂടാക്കുന്ന പ്രക്രിയ റോസ്റ്റിംഗ് ആണ്. വായുവിന്റെ സാന്നിധ്യത്തിൽ. അടുത്ത ചോദ്യം, വായുവിന്റെ സാന്നിധ്യത്തിൽ അതിന്റെ ദ്രവണാങ്കത്തേക്കാൾ താഴ്ന്ന ഊഷ്മാവിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്. താഴ്ന്ന ഊഷ്മാവിൽ. വായുവിന്റെ സാന്നിധ്യത്തിൽ അതിന്റെ ദ്രവണാങ്കത്തേക്കാൾ താഴ്ന്ന ഊഷ്മാവിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്.
അടുത്ത ചോദ്യം, ക്രിയാശീലം കൂടിയ ലോഹങ്ങളെ അവയുടെ അയിരിൽ നിന്ന് ക്രിയാശീലം കൂടിയ ലോഹങ്ങളെ അവയുടെ അയിരിൽ നിന്ന് വേർതിരിക്കാൻ നിരോക്സികാരിയായി ഉപയോഗിക്കുന്നത് വൈദ്യുതിയാണ്. എന്താണ്? വൈദ്യുതി. അടുത്ത ചോദ്യം, ചെമ്പിന്റെ വൈദ്യുത വിശ്ലേഷണത്തിന് ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുന്നത് എന്താണ്? കോപ്പർ സൾഫേറ്റ് ആണ്. എന്താണ്? കോപ്പർ സൾഫേറ്റ്. ചെമ്പിന്റെ വൈദ്യുത വിശ്ലേഷണത്തിന് ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുന്നത് കോപ്പർ സൾഫേറ്റ് ആണ്. അടുത്ത ചോദ്യം, ബ്ലാസ്റ്റ് ഫർണസ് സംവിധാനം ഏത് ലോഹത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്ലാസ്റ്റ് ഫർണസ് സംവിധാനം ഏത് ലോഹത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്? ഇരുമ്പിന്റെ. ഏതാണ്? ഇരുമ്പ്. ബ്ലാസ്റ്റ് ഫർണസ് സംവിധാനത്തിൽ പ്രധാനമായും നീക്കം ചെയ്യപ്പെടുന്ന ഇരുമ്പിന്റെ അയിരിനോടൊപ്പമുള്ള അപദ്രവ്യം ഏത്? ബ്ലാസ്റ്റ് ഫർണസ് സംവിധാനത്തിൽ പ്രധാനമായും നീക്കം ചെയ്യപ്പെടുന്ന ഇരുമ്പിന്റെ അയിരിനോടൊപ്പമുള്ള അപദ്രവ്യം ഏതാണ്? സിലിക്ക. ഏതാണ്? സിലിക്ക. ബ്ലാസ്റ്റ് ഫർണസ് ഇരുമ്പിന്റെ നിർമ്മാണത്തിൽ നിരോക്സികാരിയായി പ്രവർത്തിക്കുന്നത് ഏതാണ്? കാർബൺ മോണോക്സൈഡ്. ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. അടുത്ത ചോദ്യം, താൽക്കാലിക കാന്ത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം. താൽക്കാലിക കാന്ത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് പച്ചിരുമ്പ്. ഏതാണ്? പച്ചിരുമ്പ്. അടുത്ത ചോദ്യം, തിരകാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? അൽനിക്കോ. തിരകാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. നിക്രോം എന്ന ലോഹസങ്കരത്തിലെ ഏറ്റവും പ്രധാന മൂലകങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? നിക്കൽ, ക്രോമിയം. നിക്രോം എന്ന ലോഹസങ്കരത്തിലെ ഏറ്റവും പ്രധാന മൂലകങ്ങളാണ് നിക്കൽ, ക്രോമിയം എന്നിവ. അടുത്ത ചോദ്യം, ഹാൾ ഹെറൗൾട്ട് പ്രക്രിയ ഏത് ലോഹത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? അലുമിനിയം. ഹാൾ ഹെറൗൾട്ട് പ്രക്രിയ ഏത് ലോഹത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്? അലുമിനിയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് ഹാൾ ഹെറൗൾട്ട് പ്രക്രിയ. സയനൈഡ് പ്രക്രിയയിലൂടെ വേർതിരിക്കാവുന്ന ലോഹങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? സ്വർണം, വെള്ളി. സ്വർണം, വെള്ളി എന്നിവയാണ് സയനൈഡ് പ്രക്രിയയിലൂടെ വേർതിരിക്കാവുന്ന ലോഹങ്ങൾ. ഏതൊക്കെയാണ്? സ്വർണം, വെള്ളി എന്നിവ. അടുത്ത ചോദ്യം, ബസിമർ പ്രക്രിയ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? സ്റ്റീലുമായി ബന്ധപ്പെട്ടതാണ് ബസിമർ പ്രക്രിയ. ബസിമർ പ്രക്രിയ സ്റ്റീലുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, അമോണിയ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്? അമോണിയ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ. ഏതാണ്? ഹേബർ പ്രക്രിയയാണ് അമോണിയ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അമോണിയ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ. വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? സമ്പർക്ക പ്രക്രിയ. വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് സമ്പർക്ക പ്രക്രിയ. മെർക്കുറിയുടെ അയിര് ഏത്? മെർക്കുറിയുടെ അയിര് ഏതാണ്? സിന്നബാർ. മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. ഗലീന ഏത് ലോഹത്തിന്റെ അയിരാണ്? ഏതിന്റെ അയിരാണ്? ഗലീന. ലെഡിന്റെ അയിരാണ് ഗലീന. ലെഡ് എന്ന ലോഹത്തിന്റെ അയിരാണ് ഗലീന. ചെമ്പിന്റെ അയിര് ഏത്? ചെമ്പിന്റെ അയിര് ഏതാണ്? കുപ്രൈറ്റ് ആണ്. കോപ്പർ, കുപ്രൈറ്റ്. കോപ്പറിന്റെ അയിരാണ് കുപ്രൈറ്റ്. ചെമ്പിന്റെ അയിര് കുപ്രൈറ്റ് ആണ്. അർജന്റൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഏതിന്റെ അയിരാണ്? അർജന്റൈറ്റ്. വെള്ളി. അർജന്റൈറ്റ് വെള്ളിയുടെ അയിരാണ്. ടൈറ്റാനിയത്തിന്റെ അയിര് ഏത്? ഏതാണ് ടൈറ്റാനിയത്തിന്റെ അയിര്? ഇൽമനൈറ്റ് ആണ്. ഇൽമനൈറ്റ് ആണ് ടൈറ്റാനിയത്തിന്റെ അയിര്. തോറിയത്തിന്റെ അയിര് ഏതാണ്? തോറിയത്തിന്റെ അയിര് മോണോസൈറ്റ് ആണ്. ഏതാണ് തോറിയത്തിന്റെ അയിര്? മോണോസൈറ്റ്. അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ് ആണ്. അലുമിനിയത്തിന്റെ അയിര് ഇമ്പോർട്ടന്റ് ആണ്. അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ്. അയണിന്റെ അയിര് ഏതാണ്? അയൺ. അയണിന്റെ അയിരാണ് ഹേമറ്റൈറ്റ്. അടുത്ത ചോദ്യം, കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ സുലഭമായുള്ള ധാതു ഏതാണ്? മോണോസൈറ്റ്. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ സുലഭമായുള്ള ധാതുവാണ് മോണോസൈറ്റ്. അടുത്ത ചോദ്യം, വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ്? വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൺ പിറൈറ്റിസ് ആണ്. അയൺ പിറൈറ്റിസ് ആണ് വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, അയൺ പിറൈറ്റിസിന്റെ സ്വർണത്തെ പോലുള്ള തിളക്കത്തിന് കാരണമായത് ഏതു മൂലകത്തിന്റെ സാന്നിധ്യമാണ്? എന്തിന്റെയാണ്? സൾഫറിന്റെ സാന്നിധ്യമാണ്. അയൺ പിറൈറ്റിസിന്റെ സ്വർണത്തെ പോലുള്ള തിളക്കത്തിന് കാരണമായത് ഏതു മൂലകത്തിന്റെ സാന്നിധ്യമാണെന്ന് ചോദിച്ചാൽ സൾഫറിന്റെ സാന്നിധ്യമാണ്. രാസപരമായി ഹൈഡ്രേറ്റ് അയൺ ഓക്സൈഡ് എന്താണ്? എന്താണ്? തുരുമ്പാണ്. രാസപരമായി ഹൈഡ്രേറ്റ് അയൺ ഓക്സൈഡ് തുരുമ്പാണ്. രാസപരമായി ബേസിക് കോപ്പർ കാർബണേറ്റ് എന്താണ്?
രാസപരമായി ബേസിക് കോപ്പർ കാർബണേറ്റ് ക്ലാവാണ്. എന്താണ്? ക്ലാവാണ്. രാസപരമായി ബേസിക് കോപ്പർ കാർബണേറ്റ് ക്ലാവാണ്. മൂലകങ്ങളെ ആദ്യമായി ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ തരം തിരിച്ചത് ആരാണ്? ലാവോസിയ. മൂലകങ്ങളെ ആദ്യമായി ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ തരം തിരിച്ചത് ലാവോസിയാണ്. 3 വീതം മൂലകങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ത്രികങ്ങൾ എന്ന അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാണ്? ഡൊബറൈനർ. 3 വീതം മൂലകങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ത്രികങ്ങൾ എന്ന അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ഡൊബറൈനർ ആണ്. ആരാണ്? ഡൊബറൈനർ. അടുത്ത ചോദ്യം, സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായി താരതമ്യപ്പെടുത്തി മൂലകങ്ങളുടെ വർഗീകരണത്തിൽ അഷ്ടമ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ന്യൂലാൻഡ്സ് ആണ്. ആരാണ്? ന്യൂലാൻഡ്സ്. അഷ്ടമ നിയമം ആവിഷ്കരിച്ചത് ന്യൂലാൻഡ്സ് ആണ്. ആറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വിന്യസിച്ചത് ആരാണ് മൂലകങ്ങളെ വിന്യസിച്ചത്? ലോതർ മേയർ ആണ്. ആരാണ്? ലോതർ മേയർ. ആറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വിന്യസിച്ചത് ലോതർ മേയർ ആണ്. ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മെൻഡലീവ് ആണ്. ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മെൻഡലീവ് ആണ്. ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആധുനിക ആവർത്തന പട്ടിക രൂപീകരിച്ചത് ആരാണ്? ഹെൻറി മോസ്ലി ആണ്. ആരാണ്? ഹെൻറി മോസ്ലി. ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആധുനിക ആവർത്തന പട്ടിക രൂപീകരിച്ചത് ഹെൻറി മോസ്ലി ആണ്. ആധുനിക ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ്? 18 ഗ്രൂപ്പുകളാണ് ആധുനിക ആവർത്തന പട്ടികയിൽ ഉള്ളത്. എത്രയാണ്? 18 ഗ്രൂപ്പുകൾ. ആധുനിക ആവർത്തന പട്ടികയിലെ പീരിയഡുകളുടെ എണ്ണം എത്രയാണ്? 7 പീരിയഡുകളാണ്. ആധുനിക ആവർത്തന പട്ടികയിലെ പീരിയഡുകളുടെ എണ്ണം 7 ആണ്. സോഡിയം, പൊട്ടാസ്യം പോലുള്ള ആൽക്കലി ലോഹങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പ് ഏതാണ്? 1-ാം ഗ്രൂപ്പിലാണ്. എത്രയാണ്? 1-ാം ഗ്രൂപ്പിലാണ് സോഡിയം, പൊട്ടാസ്യം പോലുള്ള ആൽക്കലി ലോഹങ്ങൾ ഉൾക്കൊള്ളുന്നത്. അടുത്ത ചോദ്യം, കാൽസ്യം, മഗ്നീഷ്യം പോലുള്ള ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പ്. കാൽസ്യം, മഗ്നീഷ്യം പോലുള്ള ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പാണ് 2-ാം ഗ്രൂപ്പ്. ഏതാണ്? 2-ാം ഗ്രൂപ്പ്. സംക്രമണ മൂലകങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പ് ഏതാണ്? 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പാണ്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലാണ് സംക്രമണ മൂലകങ്ങൾ ഉൾക്കൊള്ളുന്നത്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ പോലുള്ള ഹാലോജനുകൾ ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പ് ഏതാണ്? 17-ാം ഗ്രൂപ്പാണ്. എത്രയാണ്? 17-ാമത്തെ ഗ്രൂപ്പാണ്. ആവർത്തന പട്ടികയിലെ മൂലകങ്ങളെ എത്ര ബ്ലോക്കുകളായി തിരിച്ചിരിക്കുന്നു? എത്രണ്ണാണ്? 4 ബ്ലോക്കുകൾ. ഏതൊക്കെയാണ്? എസ്, പി, ഡി, എഫ്. എസ്, പി, ഡി, എഫ്. 4 ബ്ലോക്കുകളാണ്. എത്രയാണ്? 4 ബ്ലോക്കുകൾ. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കാണാൻ പരമാവധി സാധ്യതയുള്ള ത്രിമാന മേഖലയാണ് ഏതാണ്? ഓർബിറ്റൽ. ഏതാണ്? ഓർബിറ്റൽ. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കാണാൻ പരമാവധി സാധ്യതയുള്ള ത്രിമാന മേഖലയാണ് ഓർബിറ്റൽ. അടുത്ത ചോദ്യം, എസ്, പി, ഡി, എഫ് എന്നീ സബ് ഷെല്ലുകളിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? എസ്സിൽ എത്ര എണ്ണം കൊള്ളും? എസ്സിൽ 2 ഇലക്ട്രോണുകളാണ് കൊള്ളുക. എസ്സിൽ 2, പിയിൽ എത്ര? പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. 4 വെച്ച് കൂടി പോവല്ലേ? 2, 6, 10, 14. എസ്, പി, ഡി, എഫ്. എസ്സിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. അടുത്ത ചോദ്യം, ആവർത്തന പട്ടികയിലെ എസ്, പി ബ്ലോക്ക് മൂലകങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് എന്താണ്? പ്രാതിനിധ്യ മൂലകങ്ങൾ. എന്താണ്? പ്രാതിനിധ്യ മൂലകങ്ങൾ. ആവർത്തന പട്ടികയിലെ എസ്, പി ബ്ലോക്ക് മൂലകങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ്. ആവർത്തന പട്ടികയിലെ ഡി ബ്ലോക്ക് മൂലകങ്ങൾ അറിയപ്പെടുന്നത് സംക്രമണ മൂലകങ്ങൾ എന്നാണ്. എന്താണ്? സംക്രമണ മൂലകങ്ങൾ. ആവർത്തന പട്ടികയിലെ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? ലാൻതനോയിഡുകളും ആക്ടിനോയിഡുകളും. എന്താണ്? ലാൻതനോയിഡുകളും ആക്ടിനോയിഡുകളും എന്നാണ് ആവർത്തന പട്ടികയിലെ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ അറിയപ്പെടുന്നത്. അന്തസംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ലാൻതനോയിഡുകളും ആക്ടിനോയിഡുകളുമാണ് അന്തസംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, റെയർ എർത്ത്സ് എന്നറിയപ്പെടുന്ന മൂലകങ്ങൾ. റെയർ എർത്ത്സ് എന്നറിയപ്പെടുന്ന മൂലകങ്ങൾ ഏതാണ്? ലാൻതനോയിഡുകൾ. ഏതാണ്? ലാൻതനോയിഡുകൾ. കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കുന്ന അലസവാതകം ഏതാണ്? ഹീലിയം. കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കുന്ന അലസവാതകമാണ് ഹീലിയം.
ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറം നൽകാൻ നിറക്കുന്ന അലസവാതകം ഏതാണ്? നിയോൺ ആണ്. ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറം നൽകാൻ നിറക്കുന്ന അലസവാതകമാണ് നിയോൺ. അടുത്ത ചോദ്യം, വൈദ്യുത ബൾബുകളിൽ ഫിലമെന്റ് ബാഷ്പീകരിക്കപ്പെടുന്നത് തടയാൻ ഉപയോഗപ്പെടുത്തുന്ന വാതകം ഏതാണ്? ആർഗൺ. വൈദ്യുത ബൾബുകളിൽ ഫിലമെന്റ് ബാഷ്പീകരിക്കപ്പെടുന്നത് തടയാൻ ഉപയോഗപ്പെടുത്തുന്ന വാതകമാണ് ആർഗൺ. ആർഗൺ. അടുത്ത ചോദ്യം, ഏറ്റവും അപൂർവമായി കാണുന്ന വാതകം, അന്തരീക്ഷ വായുവിൽ കാണാൻ സാധ്യതയില്ലാത്ത വാതകം, മറഞ്ഞിരിക്കുന്ന വാതകം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? റഡോൺ. ഏതാണ്? റഡോൺ. ഏറ്റവും അപൂർവമായി കാണുന്ന വാതകം, അന്തരീക്ഷ വായുവിൽ കാണാൻ സാധ്യതയില്ലാത്ത വാതകം, മറഞ്ഞിരിക്കുന്ന വാതകം എന്നൊക്കെ അറിയപ്പെടുന്നത് റഡോൺ ആണ്. ഏതാണ്? റഡോൺ. ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഏതാണ്? ഹീലിയം ആണ്. ഏതാണ്? ഹീലിയം. ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകമാണ് ഹീലിയം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് ഹൈഡ്രജൻ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജൻ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് നൈട്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഹൈഡ്രജൻ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ, പിന്നെന്താണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് ഓക്സിജൻ. അപ്പൊ എങ്ങനെ പഠിച്ചു? പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ, അന്തരീക്ഷത്തിൽ നൈട്രജൻ, ഭൂവൽക്കത്തിൽ ഓക്സിജൻ. അടുത്ത ചോദ്യം, ഏറ്റവും അപൂർവമായ മൂലകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഏറ്റവും അപൂർവമായ മൂലകം എന്നറിയപ്പെടുന്നത് അസ്റ്റാറ്റിൻ. ഏതാണ്? അസ്റ്റാറ്റിൻ ആണ് ഏറ്റവും അപൂർവമായ മൂലകം എന്നറിയപ്പെടുന്നത്. അയോണീകരണ ഊർജം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന മൂലകം. അയോണീകരണ ഊർജം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന മൂലകമാണ് ഹീലിയം. ഏതാണ്? ഹീലിയം. അടുത്ത ചോദ്യം, ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? സർ ഐസക് ന്യൂട്ടൻ ആണ്. ആരാണ്? സർ ഐസക് ന്യൂട്ടൻ ആണ് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്ന് പ്രതിപാദിക്കുന്ന ന്യൂട്ടന്റെ ചലന നിയമം ഏതാണ്? മൂന്നാം ചലന നിയമമാണ്. ഏതാണ്? മൂന്നാം ചലന നിയമം. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്ന് പ്രതിപാദിക്കുന്ന ന്യൂട്ടന്റെ ചലന നിയമമാണ് മൂന്നാം ചലന നിയമം. Every action has equal and opposite reaction. Every action has equal and opposite reaction. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കുമെന്ന് പ്രതിപാദിക്കുന്ന ന്യൂട്ടന്റെ ചലന നിയമമാണ് മൂന്നാം ചലന നിയമം. ത്വരണം എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ. ത്വരണം എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. ആരാണ്? ഗലീലിയോ ഗലീലി. ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? റിക്ടർ സ്കെയിൽ ആണ്. ഏതാണ്? റിക്ടർ സ്കെയിൽ. ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റിക്ടർ സ്കെയിൽ. അടുത്ത ചോദ്യം, ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ്. ആവൃത്തിയുടെ യൂണിറ്റ് ആണ് ഹെഡ്സ്. ഹെഡ്സ്. വവ്വാൽ ഇര പിടിക്കാൻ ഏതു തരം ശബ്ദമാണ് പ്രയോജനപ്പെടുത്തുന്നത്? ഏതാണ്? അൾട്രാസോണിക് തരംഗങ്ങൾ. ഏതാണ്? അൾട്രാസോണിക് തരംഗങ്ങൾ. വവ്വാൽ ഇര പിടിക്കാൻ ഏതു തരം ശബ്ദമാണ് പ്രയോജനപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ അൾട്രാസോണിക് തരംഗങ്ങളാണ്. വായുവിലുള്ള ശബ്ദത്തിന്റെ പ്രവേഗം എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 340 മീറ്റർ പെർ സെക്കൻഡ്. അടുത്തത്, മനുഷ്യന്റെ ശ്രവണ പരിധി എത്രയാണ്? 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ് മനുഷ്യന്റെ ശ്രവണ പരിധി. 20 ഹെർട്സിൽ താഴെയാണ് ഇൻഫ്രാസോണിക് ശബ്ദം. 20 ഹെർട്സിൽ താഴെയുള്ളത് ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിന് മുകളിൽ ഉള്ളത് അൾട്രാസോണിക് എന്നും അറിയപ്പെടുന്നു. മനുഷ്യന്റെ ശ്രവണ പരിധി എത്ര ഹെർട്സ് ആണ്? 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. ചാട്ടവാർ വായുവിൽ ചുഴറ്റിയാൽ ഉണ്ടാകുന്ന ശബ്ദത്തിന് കാരണം എന്താണ്? സോണിക് ബൂം. എന്താണ്? സോണിക് ബൂം. ചാട്ടവാർ വായുവിൽ ചുഴറ്റിയാൽ ഉണ്ടാകുന്ന ശബ്ദത്തിന് കാരണം സോണിക് ബൂം. അടുത്ത ചോദ്യം, ചെവിക്ക് കേൾവി തകരാറുണ്ടാക്കുന്ന ശബ്ദം 120 ഡെസിബലിന് മുകളിൽ. 120 ഡെസിബലിന് മുകളിലാണ് ചെവിക്ക് കേൾവി തകരാറുണ്ടാക്കുന്ന ശബ്ദം. ഏതു പദാർത്ഥത്തിന്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? എന്തിന്റെയാണ്? വായുവിന്റെ അഭാവം മൂലമാണ്. ഏതു പദാർത്ഥത്തിന്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത് എന്ന് ചോദിച്ചാൽ വായുവിന്റെ അഭാവം മൂലമാണ്. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? ഖരം. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമമാണ് ഖരം.
ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ്? വാതകം. ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമമാണ് വാതകം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. പനിയും ജലദോഷവും ഒക്കെ ചെറുതായിട്ടുള്ളത് കൊണ്ടാണ് ശബ്ദം ഇത്തിരി കുറഞ്ഞു പോയത്, ക്ഷമിക്കണം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ആയി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്